നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ഗീന കുമാരിക്കെതിരെ പ്രോസിക്യൂഷൻ കോടതിയിൽ. ഗീന കുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂട്ടർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിലെ പോലീസ് അന്വേഷണത്തിന് അതൃപ്തിയെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. കേസിൽ പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി കോടതി നിലപാട് സ്വീകരിച്ചതിനാണ് തിരുവനന്തപുരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീന കുമാരിയെ സർക്കാർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. പകരം സന്തോഷ് കുമാറിനെ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചിരുന്നു. കേസിലെ 9ാം പ്രതിയായ ഹരീഷിന് ജാമ്യം ലഭിക്കാൻ പ്രോസിക്യൂട്ടറുടെ നിലപാട് കാരണമായെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാരിന്റെ ഈ നടപടി. ഹരീഷിന് ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന അപ്പീലിൽ ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കാനുള്ള അസാധാരണ നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഗീനാകുമാരിയെ നീക്കി ഒഴിവിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ NR ഷാജിക്ക് പകരം ചുമതല നൽകിയിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്ന മ്യൂസിയം SHO കൊച്ചിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തിയാണ്. അതിന് പിന്നാലെയാണ് ഈ നടപടികൾ വേഗത്തിലാക്കിയത്. അതിനിടെ മാസപ്പടി കേസിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നടപടി. പൊതുതാൽപര്യം ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. അഭിഭാഷകനായ ജോജോ ജോസാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹർജിയെ നൽകിയത്. ആക്രമണമാണെന്നും വലിയ ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്ത് വരില്ലെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. എന്നാൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 25 പേരെ അറസ്റ്റ് ചെയ്തെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളണമെന്ന് പോലീസ് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുകയാണെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. ED പരിശോധനയെക്കുറിച്ച് മുൻകൂർ അറിയിപ്പ് കിട്ടിയിരുന്നില്ലെന്ന് അറിയിച്ച പോലീസ് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചില്ലെന്നും ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ട് രേഖപ്പെടുത്തിയാണ് ഹർജി തീർപ്പാക്കിയത്.